ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പെസഹ ആശംസകൾ. വളരെ ഈസിയായി എളുപ്പത്തിൽ എങ്ങനെ ഒരു പെസഹ പാൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ, നൈസ് റൈസ് പൗഡർ, ഇടിയപ്പത്തിൻ്റെയോ പാലപ്പത്തിൻ്റെയോ പൊടിയായാലും മതി. 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 2-3 പേർക്ക് ഉപയോഗിക്കാൻ ഇത് മതി. 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്ത് അതിലേക്ക് തേങ്ങാപ്പാൽ, വലിയൊരു തേങ്ങ ചിരണ്ടി പിഴിഞ്ഞെടുത്തതാണ്. 1.5 കപ്പ് രണ്ടാം പാൽ, ആദ്യത്തെ പാൽ മാറ്റി വെച്ചിട്ട് രണ്ടാമത്തെ പാൽ 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ പൊടിക്ക് 1.5 കപ്പ് പാൽ മതി. ഒരു നുള്ളു ഉപ്പ് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി കട്ടയെല്ലാം ഉടയ്ക്കുക. ഫ്ലെയിം ഇപ്പോൾ ഓൺ ചെയ്യാൻ പാടില്ല, കട്ട പിടിക്കും. അപ്പോൾ എല്ലാ പാലും പൊടിയും ഉപ്പെല്ലാം നന്നായി ചേർന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള മധുരം ചേർക്കാം. പഞ്ചസാരയാണെങ്കിൽ 4-6 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. ശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ അത് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് പാനിയാക്കി കല്ലെല്ലാം കളഞ്ഞെടുത്ത് ചേർക്കണം. ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഒന്നും കൂടി ഇളക്കി നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്താൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. കൂടെ തന്നെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പൊടി അടിയിൽ പിടിക്കുന്നതാണ്. ഒത്തിരി ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. ഇപ്പോൾ ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പൊടി വേകുന്നതിന് വേണ്ടി ഒരു 3 മിനിറ്റ്, ഇത് കുക്കിംഗ് ടൈം 3 മിനിറ്റാണ്. അപ്പോഴേക്കും നമ്മുടെ പാല് കുറുകി വെന്ത് നന്നായി വരുന്നതാണ്. അങ്ങനെ കുറുകി വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാം പാല്, കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കാം. ഏകദേശം 1 കപ്പ് കട്ടിപ്പാൽ ഒഴിച്ചാൽ ഈ പെസഹപ്പാലിൻ്റെ കട്ടി കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഏകദേശം ഉരുകി പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാല് അതൊക്കെ ഒഴിക്കാവുന്നതാണ്. കൂടെ തന്നെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. പല വിധത്തിലുള്ള പെസഹപ്പാലുകൾ ഉണ്ടാക്കാറുണ്ട്. ശർക്കരപ്പാൽ, പഞ്ചസാരപ്പാൽ. ഇതിപ്പോൾ പഞ്ചസാരപ്പാലാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ പൊടി നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ, 1 കപ്പ് ഒന്നാം പാലാണ്, അത് ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ചേർത്ത് കഴിയുമ്പോൾ ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. 1 മിനിറ്റും കൂടി നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ പെസഹ പാലിൻ്റെ പ്രിപ്പറേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഏലക്കാപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ചിലർ ചുക്കും ജീരകവും കൂടി ചേർക്കാറുണ്ട്. അത് ഉണ്ടാക്കുന്ന ആളുടെ ഇഷ്ടാനുസരണം മാറ്റി ചെയ്യാവുന്നതാണ്. ശർക്കരപ്പാലാണെങ്കിൽ ഉള്ളിയും കാച്ചൊഴിക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പെസഹപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് പെസഹപ്പാൽ രാത്രി എല്ലാവരും കൂടി ഇരുന്ന് കുടുംബനാഥൻ പകർത്തി കൊടുത്ത് അപ്പവും കട്ട് ചെയ്താണ് സാധാരണ കഴിക്കാറ്. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെയും പെസഹയുടെയും മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.